السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് നമസ്കാരങ്ങളിൽ കാരണങ്ങൾ ഉണ്ടായാൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് സലാത്തുൽ കുസൂഫ് അഥവാ ഗ്രഹണ നമസ്കാരം. ഗ്രഹണ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയും അത് നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു നിസ്കാരമാണ്. അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യഗ്രഹണവും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണവും. ഈ ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു. 4 മദ്ഹബുകളുടെ ഇമാമുകളുടെ അടുക്കലും ഗ്രഹണ നിസ്കാരം മുഅക്കദായ സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അന്ന ശംസ ഖസഫത്ത് അലാ അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഫബഅസ മുനാദിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഇത് വിളിച്ചു പറയാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞാൽ ആളുകൾ നിസ്കാരം ജമാഅത്തായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ. ഫജ്തമഉ, അങ്ങനെ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വന്ന് തക്ബീർ ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ചു. ഇത് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ ബുഖാരി, മുസ്ലിം അതുപോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അബൂബക്കറ, ആയിഷ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബികളിൽ നിന്ന് നിരവധി ഹദീസുകൾ ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഇൻഖസഫത്ത് ശംസു അലാ അഹ്ദി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. അതുണ്ടായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ വസ്ത്രം വലിച്ചുകൊണ്ട് ഇത് വളരെ ധൃതിയിൽ പെട്ടെന്ന് പള്ളിയിലേക്ക് പോയി. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു. ഫഖാമ ഖിയാമൻ തവീലൻ, അത് വളരെ ദീർഘനേരം നിന്ന് നിസ്കരിക്കുകയാണ് ചെയ്തത്. ആദ്യം തക്ബീർ കെട്ടി പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി, പിന്നെ സൂറത്ത് ഓതി. ആ സൂറത്ത് നഹ്വം മിൻ ഖിറാഅത്തി സൂറത്തുൽ ബഖറ, ഏകദേശം സൂറത്തുൽ ബഖറയുടെ അത്രത്തോളം നബി എന്ത് ചെയ്തു, 1ാമത്തെ റക്അത്തിൽ ഓതി. സുമ്മ റക്അ റുക്ഉഅൻ തവീലൻ, പിന്നെ റുക്കൂ ചെയ്തു. ആ റുക്കുവും വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. പിന്നെ സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഉയർന്ന് വീണ്ടും ഖുർആൻ ഓതാൻ തുടങ്ങി. അത് ഏകദേശം സൂറത്തു ആലിമ്രാന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നേക്കാൾ അല്പം കുറഞ്ഞതായിരുന്നു. എന്നിട്ട് സുമ്മ റക്അ റുക്ഉഅൻ തവീലൻ, വീണ്ടും റുക്കൂ ചെയ്തു. പക്ഷെ അത് ആദ്യത്തെ റുക്കുവിന്റെ അത്ര ഉണ്ടായിരുന്നില്ല, എന്നാലും ദീർഘമുള്ള റുക്കു ആയിരുന്നു. പിന്നെ സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, അങ്ങനെ ഇഅ്തിദാൽ ചെയ്തു. എന്നിട്ട് പിന്നീട് 2 സുജൂദ്. ആ സുജൂദും ഇതുപോലെ തന്നെ നല്ല ദൈർഘ്യത്തിലായിരുന്നു. ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത, ഇതിൽ 1 റക്അത്തിൽ തന്നെ 2 റുക്കൂ ഉണ്ടാവും, 2 ഖുർആനോത്തും ഉണ്ടാവും. പറഞ്ഞാൽ ആദ്യം റുക്കൂ ചെയ്ത് സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയർന്നതിന് ശേഷം വീണ്ടും ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് വീണ്ടും റുക്കൂക്ക് പോകുന്നു, പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നിട്ട് പിന്നെ സാധാരണ 2 സുജൂദ് ചെയ്യുന്നു. അതാണ് ചെയ്ത്. ഇതേപോലെ വീണ്ടും 2ാമത്തെ റക്അത്തും ഇങ്ങനെ തന്നെ. ഈ 2ാമത്തെ റക്അത്തിന് ശേഷം പിന്നീട് അവിടുന്ന് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി. സലാം വീട്ടിയപ്പോഴേക്കും ഗ്രഹണം തെളിഞ്ഞിരുന്നു, അവസാനിച്ചിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ നേരെ തിരിഞ്ഞു നിന്ന് ഒരു ഖുതുബ, ഒരു പ്രഭാഷണം നടത്തി. അതില് പറഞ്ഞതാണ്, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ഹയാത്തിൻ, അത് ഒരാളുടെ ജനനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്നതല്ല. ഫൈദാ റഅയ്തും ദാലിക്, അങ്ങനെ ഗ്രഹണം നിങ്ങൾ കണ്ടാൽ ഫദഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുക. വകബ്ബിറു, നിങ്ങൾ തക്ബീർ ചൊല്ലുക. വസല്ലു, നിങ്ങൾ നിസ്കരിക്കുക. വതസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്യുക. 4 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, ധാരാളം പ്രാർത്ഥിക്കുക, തക്ബീർ ചൊല്ലുക, നിസ്കരിക്കുക, അതേപോലെ ധർമ്മം ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രേരിപ്പിക്കണ്ടായി. അപ്പൊ നമുക്ക് ഗ്രഹണ നിസ്കാരം
ചുറ്റുഭാഗത്തുള്ള സ്ഥലത്തുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് നമ്മൾ പോവുക. അതല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പള്ളിയിലല്ല, വീട്ടിലും നിസ്കരിക്കാം. ജമാഅത്ത് പള്ളിയിൽ ഇല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കലും സുന്നത്താണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ശംസ ഇൻകസഫത അലാ അഹ്ദി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണം ബാധിച്ചു. യൗമ മാത ഇബ്നുഹു ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി മരിച്ച ദിവസമായിരുന്നു അത്. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന നബിയുടെ അടിമ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ കുഞ്ഞാണ്. ഈ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അവര് മിസ്രിയായിരുന്നു, ഈജിപ്ത്. അവിടുത്തെ രാജാവായിരുന്ന മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ മാരിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ. അതിലുണ്ടായ കുഞ്ഞാണ് ആര്? ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി. ആ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഹിജ്റയുടെ 8-ാം വർഷം ദുൽഹിജ്ജ മാസമാണ് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അതേപോലെ വെറും 18 മാസം മാത്രമാണ് ആ കുട്ടി ജീവിച്ചത്. ആ 18 മാസം ആയപ്പോ ചെറിയ കുട്ടിയായിരുന്നു. കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിനേന കുട്ടിയെ കാണാൻ വേണ്ടി മാരിയത്തിന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ആ കുട്ടി മരിച്ചു. കുട്ടി മരിച്ചെന്ന് യാദൃശികമായിട്ട് ഗ്രഹണമുണ്ടായപ്പോ ആളുകള്, അന്നത്തെ ഒരു ജാഹിലിയയിലുള്ള ഒരു വിശ്വാസമാണ്, ഗ്രഹണമുണ്ടാകുന്നത് ഏതെങ്കിലും പ്രധാനികളായ ആളുകൾ ജനിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്, മരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു വിശ്വാസം. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മിമ്പറുമ കയറിയിട്ട് പറഞ്ഞ്, ആരുടെയും ജനനവും മരണവുമായി ബന്ധപ്പെട്ടല്ല ഗ്രഹണം ഉണ്ടാകുന്നത്, ഗ്രഹണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുണ്ടായ ഒരു സംഭവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അവിടുന്ന് എന്ത് ചെയ്യാണ്, പുറകോട്ട് പോയി നിസ്കരിക്കുന്നിടത്തുനിന്ന് നേരെ പിന്നിലേക്ക് മാറി നിന്നു. അപ്പൊ സഹാബാക്കളൊക്കെ അവിടുന്ന് പുറകോട്ട് പോയി. അങ്ങനെ നബി വീണ്ടും മുന്നോട്ട് പോയി. അപ്പൊ സഹാബാക്കളൊക്കെ മുന്നോട്ട് പോയി. വീണ്ടും നബി അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നോട്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, മുന്നോട്ടും പിന്നോട്ടും പോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഹദീസിൽ കാണാം, അവിടുന്ന് സഹാബാക്കൾ അങ്ങനെ പിന്നിക്ക് പോയി അവസാനം പെണ്ണുങ്ങളെ സഫിന്റെ അവിടേക്ക് എത്തി, ഏറ്റവും അവസാനത്തേക്ക് എത്തി. അങ്ങനെ പെണ്ണുങ്ങൾ അവിടേക്ക് എത്തി എന്ന് തന്നെ പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോ ഗ്രഹണം അവസാനിച്ചിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്, ഫൈദാ റഅയ്തും ശയ്യൻ മിൻ ദാലിക്, ഗ്രഹണത്തിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ ഫസല്ലു ഹത്താ തൻജലി, ഗ്രഹണം അവസാനിക്കണ വരെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് എന്ത് ചെയ്തു അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പിന്തി പോകാനും അതുപോലെ മുന്നിട്ട് വരാനുമുള്ള കാരണം വിശദീകരിച്ചു. അത് കുറച്ച് ദീർഘമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നാളെ വിവരിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.